നിങ്ങളോട് ക്ഷമിക്കണേ. നമ്മൾ കുറച്ച് മല്ലിമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് പുളി ഒഴിച്ച് റോസ്റ്റ് പോലെ ആക്കണമെന്നാക്കാം. നമുക്ക് തേങ്ങ അരച്ചിടാം. ഇങ്ങനെ റോസ്റ്റ് ആക്കണമെന്നാക്കാം. കുറച്ച് കൂടെ നമുക്ക് പുളി ഒഴിക്കാം. എന്നിട്ട് തേങ്ങ അരച്ചിരിക്കാം. വെണ്ടയ്ക്കപ്പുളി കുറേ ആയി. കുറച്ച് വെറുതെ നമ്മൾ ബാക്കിയായി കളഞ്ഞ് മസാല ഞാൻ പിന്നെ അത് വെക്കാതെ അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കക്കറി നമുക്ക് വയ്ക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഒരു 3 പിടി തേങ്ങ എടുക്കാം. 4 പിടി തേങ്ങ എടുക്കാം. തേങ്ങ കുറച്ചല്ലേ നമുക്ക് അരച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്താം. അപ്പോൾ ഇന്നത്തെ വെണ്ടയ്ക്കപ്പുളി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങും നമ്മുടെ ഗ്രീൻ പീസ് ആണ് നമ്മുടെ ഇന്നലത്തെ കറി. ഇന്നലെ കാലത്ത് വെച്ച് പക്ഷെ അത് വിട്ടുപോയി. നല്ല കറിയായിരുന്നു. അത് വിട്ടുപോയി, എടുത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ പ്രകാരം ഭൂമിയിലെല്ലാവർക്കും ഈശ്വരൻ സർവശക്തൻ എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തൊരു ആക്സിഡൻറ്റും എത്രയോ ആക്സിഡൻറ്റും ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മൾ അവിടെ കിടക്കുന്ന രോഗികൾ ഓരോ അസുഖങ്ങളും എണിക്കാൻ വയ്യാതെ കാലട് പൊക്കാൻ വയ്യ, ഒന്ന് അനക്കാൻ വയ്യ, ഒരു വീഴ്ച വീണത് അവരേട്ടൻ അനക്കാൻ വയ്യ. ഈ കിടപ്പ് നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, പണമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഈശ്വരൻ്റെ ഓരോ ഇത്. അപ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ ആൾക്കാരുടെ ഓരോ കാഴ്ചപ്പാടുകളും നമ്മുടെ ഓരോ ഈ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അവർ മറ്റുള്ളവരെ ഏത് കുഴിയിലേക്ക് നമ്മളെ ചാട്ടിക്കാൻ നോക്കിയ എല്ലാ കുഴികളിലും തകർന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ചിരിയും പരിഹാസങ്ങളും അല്ലേ, എല്ലാ ശരീരശക്തിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ വഴിയിൽ കൂടെ പോകാം.